Assalamualaikum. Welcome back to my channel. Yes. ഭയങ്കര നീണ്ടുപോയോ? Yes. She's such a sweet heart. She's such a എന്താ പറഞ്ഞേ, she never say no to me. ഇപ്പൊ ടൈം എത്രയായോ? 1 മണി. പച്ചപ്പാതിരാ. She was sleeping. Just മുഖം കഴുകാൻ വാഷ്റൂം പോവാൻ വേണ്ടി എണീക്കാൻ പോയത്. I just asked her നമുക്കൊരു വീഡിയോ എടുത്താളാ. അപ്പൊ തന്നെ പാവ നൈറ്റി ഒക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ട് ലവ് യു. പിന്നെ നിങ്ങൾക്കറിയാലോ സ്വാനത്തിനെ പറ്റി ഞാൻ പൊക്കി പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാത്ത എന്നെ എന്നൊന്നും പറയാൻ നിക്കണ്ട കേട്ടോ. ആള് സീനോ വെറുതെ കുത്തിരുന്നിട്ട് കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോകും. കുഞ്ഞു പിള്ളേർ കണ്ടില്ലേ? ഒരു മണി കാണോ? ഇപ്പഴത്തെ വാ ഇപ്പഴത്തെ ഭംഗി കാണും. 1 മണിയായിട്ടാണോ ഉറങ്ങിയിട്ടില്ല. നമ്മുടെ അടുത്ത് വൈബ് ആക്കിക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് ഹെൽത്തി. നമ്മളിപ്പോ ബിരിയാണി കഴിച്ചിരുന്നോളൂ. ചിക്കൻ ബിരിയാണി കഴിക്കാൻ മുമ്പ് നല്ല ഉറക്കമായ ഫുഡൊക്കെ കഴിച്ചിട്ടു. സുരനെ കുറച്ച് അതുകൊണ്ട് വയ്യാന്ന് സെൻസ് നോർമലി കുറച്ച് സ്റ്റോമക്ക് പെയിനൊക്കെ. അപ്പോൾ റെസ്റ്റ് എടുക്കണ്ട. അപ്പൊ ഇന്ന് നമ്മളൊരു സ്ലോ മോഷൻ മൂഡില് വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചത്. സുനു വരുമ്പോ ഒരു സ്ലോ മോഷൻ മൂഡ് വരുമല്ലോ. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫാസ്റ്റ് മോഷൻ ആക്കാന്ന് വിചാരിച്ചു. ഞാൻ അതിനെക്കാട്ടും സ്ലോ But I'm impressed. I'm always impressed about Sonu. ഞാൻ നോക്കട്ടെ സൈവനെ കാണുന്നു. അല്ലെങ്കിൽ പാവന്ന് ഇരുന്നത് വേസ്റ്റ് ആയി. യാ സൂപ്പർ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് എന്ത് വീഡിയോ ആണ്? വൺ മോർ ഹോൾ വീഡിയോ റൈറ്റ്. നമ്മൾ ഡെയിലി ഇങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് സാധനങ്ങൾ കാണിച്ചു. അത് നിങ്ങൾ പറഞ്ഞു അട്ടർ സ്ലോ മോഷൻ ആയിരുന്നു. സ്ലോ മോഷൻ എന്ന് പറയാനുള്ള സുനു നമുക്കറിയാലോ ഭയങ്കര സ്ലോ ആയിട്ട് എല്ലാം കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ കൊച്ചു കാണിച്ചല്ലേ. പാവം ടീനേജർ ആ കൊച്ചു നോക്കി അവർ വിചാരിക്കുവോ അവര് ഭയങ്കര വയസ്സന്മാരെ പോലെയല്ലേ പിള്ളേരെ കാണുന്നേ. അപ്പൊ അവർക്ക് അറിഞ്ഞൂടാ പിള്ളേരെ. സുനു ഒരു പെട്ടെന്ന് ഒരു ചേഞ്ചാണ് വന്നത്. അവർക്ക് മറ്റേ മെച്ചുവേർഡ് ആയിട്ട് ശേഷം, മെച്ചുവേർഡ് മീൻസ് വയസ്സറിയിച്ച ശേഷം അവള് പെട്ടെന്നാണ് ഹൈറ്റും വെയിറ്റ് ഒക്കെ വെച്ചത്. പക്ഷെ അവളായ 13 വയസ്സുള്ള ഒരു ടീനേജ് കുട്ടിയാണെന്നുള്ള കാര്യം തോന്നൂല. മറന്നു പോണ. നിങ്ങൾക്കൊക്കെ കാണുമ്പോ വിചാരിക്കണ്ടോ മഷു അവള് ഒരേ ഏജാണ്, ഒരേ ലെവലാണ്. പക്ഷെ ഞാൻ പറയണല്ല, ജസ്റ്റ് ചില സമയത്ത് നമുക്ക് അമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു കുത്തലുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയില് ഒരു സിസ്റ്ററും ഇവര് രണ്ട് ശരിക്കും പറഞ്ഞല്ല. ഞാൻ പലരും ഇങ്ങനെ പറയാറുണ്ട് എന്താണ് സുഹാനക്ക് ഇത് മഷൂറയുടെ കുട്ടീനെ കുട്ടി ആണ് ആക്ച്വലി എന്റെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലൊരു കാർന്നോർത്തിയാണ്. പപ്പ ഇവിടെ മറ്റേ മാംഗ്ലൂരിലെ പപ്പ പറയും ഞാൻ അവിടുത്തെ ഔത്തമ്മയാണ് എന്ന് വെച്ചാൽ ആ വീട്ടിലെ ഒരു കാർന്നോർത്തിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവരെല്ലാരും ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണ ഒരു കാർന്നോർത്തിയാണ്. ഇങ്ങനെ വീട്ടിലെ അതെടുക്കല് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മഷൂന് ഇത്ര പോർഷൻസ് വൈകൂന്, സുനൂന്, എബ്രൂന്, അങ്ങനെ ഇവർക്ക് മേടിക്കുന്നതല്ല എനിക്കും മറ്റേ ഓരോ പോർഷൻ മാറ്റി വെക്കുന്ന ടൈപ്പാണ് ഞാൻ. അപ്പൊ ആ ഒരു ഫീലാണ്. ഞാൻ വലുതാണ്, നിങ്ങളൊക്കെ ചെറുതുങ്ങള് ബസ് കഴിഞ്ഞിട്ടുള്ള ഞാൻ. മനസ്സിലായ ആ ഒരു ഫീലാണ് എനിക്ക്. തിന്നോ രണ്ടെണ്ണം എനിക്ക് തിന്നോ തിന്നോ. കൊള്ളാം. അപ്പൊ അതൊക്കെയാണ് സംഭവം. യൂഷ്വലി സോനു യൂട്യൂബ് സെക്ഷനിൽ പോവാറില്ല കേട്ടാ. ഇങ്ങനെ ഇന്ന് രാവിലെ എന്തോ നേരത്തെ റെഡി ആയിരുന്നു. നമ്മൾ കുറച്ച് ടൈം എടുത്തു. എപ്പോഴും ഫുഡൊക്കെ ഒട്ട് റെഡി ആവാൻ ടൈം എടുത്തു. അപ്പൊ സോനു വെറുതെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഇരുന്നാണ്. പോവാറില്ല യൂഷ്വലി ഡോണ്ട് ഗെറ്റ് ടൈം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് സോനു നേരത്തെ റെഡിയായി. അതാണ് ടൈം കിട്ടിയത്. നമ്മള് കുറച്ച് ലാഗ് ആയിരുന്നു. അപ്പൊ സോനു ഒന്ന് വെറുതെ ഇരുന്നതാ. അതിലിപ്പോ എന്റെ ക്ലിപ്സിനെ പറ്റി പറഞ്ഞത് സോണിനെ കണ്ടിട്ട് ഇവർക്ക് തുടങ്ങി അങ്ങോട്ട് ഇതായിരുന്നു. എബ്രോന്റെ സ്ക്രീൻ ടൈമും കൂടെ തന്നെ നിന്റെ ക്ലിപ്പിംഗ് ഇതുപോലെ കുഞ്ഞ ക്ലിപ്സ് വെക്കണം നമ്മുടെ സ്റ്റൈല്. എനിക്കത് കണ്ടിട്ട് ഏത് യുഗത്തിലുള്ള ആൾക്കാരാണെന്നുള്ളതൊരു
പുച്ഛം, ഭയങ്കര പുച്ഛം. ഒരുപാട് എക്സ്പ്രഷൻ കാരണമായിരുന്നു സോനുവിന്റെ. ഒരാൾ കോമൺ സെൻസോടെ അതിൽ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് അതന്നെ ഇവനെ എന്താ ഹോസ്പിറ്റൽ എബ്രുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും മേക്കപ്പ് ചെയ്ത് പോയെന്നാ. ഞാനന്ന് നൈറ്റ് ഇട്ടോണ്ട് പോകണം. പിന്നെന്താ ക്ലിപ്പൊക്കെ കുത്തി, അത് കുഞ്ഞു പിള്ളേരെ ക്ലിപ്പ് കുത്തി. നിങ്ങളെ ആക്ച്വലി ഈ നമ്മ സമയം മാറുന്നത് അറിയണില്ല എന്നാണ് ഞാൻ വിചാരിക്കണത്. ഇപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അതിന്റെ കമന്റിന് അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് ഞാൻ പോയില്ല. എന്താ വെച്ചാൽ എനിക്ക് താല്പര്യമില്ല അവിടെ പിടിക്കാൻ എന്റെ ഒരു ആശ്വാസത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. എന്ന് വെച്ചാ എന്തും കണ്ടും കേട്ടും നമുക്ക് പിള്ളേരെ പറയണത് എനിക്ക് ഇവരെ പറയല്ലേ പിള്ളേരെ ഗുണത്തിൽ ഇവളും വരും. ബഷീടെ ഞാൻ മിക്കതും കാണാറില്ല. ബഷിക്ക് അങ്ങനെ വരാറില്ലെന്ന് തോന്നണം അല്ലേ? ഈ രണ്ടെണ്ണം കണ്ടത് എനിക്ക് ഭ്രാന്തായപ്പോ തന്നെ ഞാൻ നിർത്തി. ആ റിപ്ലൈ തൊട്ട് ഞാൻ പിന്നെ നോക്കിയില്ല. എന്ന് വെച്ചാ ഞാൻ കുത്തിയിരുന്നു. സോന് ഡയറക്ട്ലി എന്നെ പറയാൻ സോന് പറ്റൂല. സോന് ഡയറക്റ്റ് ആയിട്ട് കുറെ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്നും പറയാറില്ല ഡയറക്റ്റ് ആയിട്ട് ആൾക്കാര്. പക്ഷെ തമാശക്ക് എന്ന് പറഞ്ഞാലും സോന് ഡയറക്റ്റ് ആയിട്ട് പോകും. ഷി ഡസന്റ് ലൈക്ക് സംബഡി ടോണ്ടിങ് ഓൺ മീ. എന്നെ എന്ത് പറയട്ടെ. പക്ഷെ ബാക്കിയുള്ളവർ ഒരാളെ ഒന്നും പറയാൻ ബേബിനെ പറഞ്ഞാലും നമ്മുടെ സ്വന്തക്കാരാണെങ്കിൽ പോലും ഞാൻ സമ്മതിച്ചു കൊടുക്കൂല, ഒന്നും സമ്മതിച്ചു കൊടുക്കൂല. അപ്പൊ ഇതുപോലെ ഞാൻ കണ്ടത് എന്റെ അബദ്ധം. ഫാമിലിനെ തന്നെ വിടാറില്ല ഗൈസ്. ടോട്ടൊക്കെ ചെയ്യുന്നത് വിടോ സൂക്ഷിക്കേണ്ടിരുന്നു. കളിച്ചോ അവിടെ കാണൂലായിരിക്കും. അപ്പൊ ഇതായിരുന്നു അതില്. പിന്നെ സ്ക്രീനിങ് ടൈമും കാര്യം പറഞ്ഞ് ഏത് എബ്രുവിന്റെ സ്ക്രീനിങ് ടൈമും വിട്ടോ. നിങ്ങൾ പിള്ളേരുടെ കാര്യം നോക്കിക്കോ, അവന്റെ കാര്യമൊക്കെ വിട്ടോ. എനിക്കറിയാൻ നോക്കാൻ. ഞാൻ സോനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി നിങ്ങൾക്ക് പേടിച്ചിട്ടൊന്നും ഞാൻ ഫോൺ മാറ്റി വെക്കാനോ നിക്കാനോ അവന്റെ ഫുഡ് ടൈമിങ്സോ മാറ്റി വെക്കാനോ അവനെങ്ങനെ നോക്കണം അവൻ എപ്പോ സ്ക്രീൻ കൊടുക്കണം അതൊക്കെ ഞാൻ സോനു ബേബി നോക്കിക്കോളാം. നിങ്ങള് വേണ്ട അത് വിട്ടോ. പിള്ളേരെ നന്നായിട്ട് പാരന്റിങ് ചെയ്തോ. അല്ല ഇവളിവിടുന്ന് പറയണ്ട് നിനക്ക് വട്ടാണ് അവരോടൊക്കെ. ഞാൻ പറഞ്ഞു ഇല്ല കമന്റില് കൊറേ മോസ്റ്റ് ഞാൻ കണ്ട്. ഞാൻ ഇച്ചിരി ഒരു 5 മിനിറ്റ് ഇരുന്നോളൂ. അപ്പൊ തന്നെ ഇടുക്കി ബ്ലഡ് പ്രഷർ അതൊക്കെ കയറി ഒരു ചൂടാവണം. ദേഷ്യം വരും എനിക്കിങ്ങനെ. ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ എടുത്തിട്ട് ഞാൻ നിർത്തി. അപ്പൊ നമ്മുടെ ഈ 3 പിള്ളേർ നമ്മുടെ കൈയുടെ ഉള്ളിലായിരിക്കണം. നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണം. ഞങ്ങളുടെ കൈയുടെ ഉള്ളില് മഷു എന്റെ മെഷീയുടെ ഒക്കെ കൈയുടെ ഉള്ളിലായിരിക്കണത്. അത് ഒരു ടൈമിങ് വീഴണ്ട സൈബു അവിടെയൊക്കെ കാണാൻ വേണ്ടി അവിടെ ഇരുന്നു. അപ്പൊ നമ്മ നോ പറഞ്ഞ നോ അതന്നെ. നമുക്ക് ഒരു ടൈം ഉണ്ടല്ലോ. നമ്മളിപ്പോ വീഡിയോ എടുക്കണമെങ്കിൽ പോലും ഇപ്പൊ സൈഗിനൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എബ്രുവിന് പറഞ്ഞാൽ മനസ്സിലായ ആ ടൈമിൽ അവന് വീഡിയോ നമ്മൾ വെച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അവന് കഴിക്കണ സമയത്തൊക്കെ അവര് കുറച്ച് നേരത്തൊക്കെ വെച്ചു കൊടുക്കും. അത് കൊച്ചായത് കൊണ്ട് മാത്രം. ഞാൻ എന്റെ ബ്ലോഗിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു. നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ അത് മാറ്റി വെക്കാനോ നിൽക്കൂല. അല്ലോ ഓൾമോസ്റ്റ് എല്ലാരും ഫോണിന്റെ ഉള്ളിൽ തന്നെ എടുത്തത് അഡിക്ഷൻ ഫുള്ള്. എന്തിനും ഏതിനും ഫോണിൽ വിളിച്ചാൽ നമുക്ക് ആൾക്കാരായിരിക്കും ഇടാമെന്ന് പറയണേ. അവര് ഫുള്ള് കൊടുക്കും. ഇത് അഡിക്ഷൻ ഒന്നല്ല. ഈ പിള്ളേർ നമ്മുടെ കയ്യിൽ തരാം. അതിന് ഞാൻ കമന്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അഡിക്റ്റഡ് ഒന്നും അല്ല. നിങ്ങൾ വെറുതെ ബോധരാവണ്ട. എന്തിനാ നിങ്ങളെ പിള്ളേരെ നോക്കിക്കോ നന്നായിട്ട് നോക്കി. അല്ല ഇവിടെ ദേഷ്യം പശുവൊക്കെ എടുത്ത് പറഞ്ഞ് ചിരിക്കലാണ്. ഞാൻ സോന പുച്ഛിക്കണേ. ഞാൻ വേറെ പണിയില്ല. നേരത്തെ റെഡി ആയത് ഇപ്പൊ അബദ്ധമായി പോയി. ഇരുന്നപ്പോഴാണ് ജസ്റ്റ് എന്തിനാ നോക്കിയത് ഞാൻ. നീ വെറുതെ ഇരിക്കണായിരുന്നു എന്തോ വീഡിയോസ് ഇങ്ങനെ കാഷ്വലി ഇങ്ങനെ ലിങ്ക് വന്നപ്പോ ഈ വീഡിയോ ഇട്ടാ ജസ്റ്റ് കമന്റ് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറിയപ്പോഴാണ്. അതുപോലെ തന്നെ 2 റിപ്ലൈ അയച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. കോമൺ സെൻസോട് സംസാരിച്ച ഒരാളുണ്ടായിരുന്നു, പേര് നോക്കിയില്ല. അപ്പൊ ഇങ്ങനെ പറയണ്ടായിരുന്നു പിന്നെ നമ്മ നാട്ടുമ്പുറം പോലെ ഇട്ട നൈറ്റിയ പടി ഓടേണ്ട കാലമൊന്നുമല്ല. ഈ ഫോറിൻ രാജ്യത്താണെങ്കിൽ വെൽ ഡ്രസ്ഡും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോണം. അതുമല്ല ഇപ്പോഴും ഡെലിവറി ആവാൻ പോണ പെൺപിള്ളേര് വരെ മേക്കപ്പ് ചെയ്ത് റീൽസ് എടുത്തിട്ടാണ് തിരിച്ചു പോയ കൊച്ചായിട്ട് വരുമ്പോഴും ഒരുങ്ങി വന്നത്. ആ കാലം ഡ്രസ്സിംഗ് ഒക്കെ ഒരു അല്ല ഇപ്പോഴത്തെ കാലം തന്നെ ഓരോ കാലം കഴിയുന്ന ഒരു ട്രെൻഡിനനുസരിച്ച് പോണേണ്.
ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന സാധനം പണ്ടുള്ള ഡയലോഗാണ്. നമ്മൾ ചത്ത് ആക്ച്വലി നമ്മളിങ്ങനെ കുറച്ച് കമന്റ്സ് ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യാം. ബേബി വരട്ടെ, റിയാക്ട് ചെയ്യണ പോലത്തെ വീഡിയോ നമ്മൾ വന്ന വേറെ മാറ്ററാണ്. ഇപ്പൊ 1-2 കാര്യം നമ്മൾ പറഞ്ഞ് നമ്മളെല്ലാരും എണിച്ചു ഉണർന്നിരിക്കുമ്പോൾ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉടൻ തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അല്ല, അത് കുറെ പേര് എല്ലാരും തന്നെ പറഞ്ഞു നിങ്ങൾ റിയാക്ട് ചെയ്യുന്നെങ്കിൽ എന്തിനാ ഉണ്ടായി. പക്ഷെ നമുക്ക് താല്പര്യമില്ല, ടൈമില്ല, താല്പര്യമില്ല, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ കുറച്ചൊക്കെ റിയാക്ട് ചെയ്യാം. നമുക്ക് എന്താ വെച്ചാല് അവര് വിചാരിക്കണ്ടല്ലോ നമ്മൾ മണ്ടുമരുന്നുള്ള നമുക്ക് പറയാൻ പറ്റും, നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോണം ഗൈസ്. അപ്പോ ഇപ്പൊ നമ്മൾ വന്നത് ഒരു ഹോൾ വീഡിയോ കാണിക്കാനാണ്. ബിക്കോസ് നമ്മൾ ഡെയിലി പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ഇന്നലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. MBK മോളിൽ നമ്മൾ പോയായിരുന്നു. ഇല്ല, നമ്മൾ ആകെ ചട്ടുചെക്ക് പോയത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് നമ്മൾ പ്ലാറ്റിനം മോൾ പോയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഇന്നലെ ബ്ലൂ കോഡ് സെറ്റ് വീഡിയോ കാണിച്ചില്ല. പക്ഷെ എന്റെ സ്റ്റോറി കണ്ടിട്ട് എല്ലാരും അത് ചോദിക്കലാണ്. അതും ഇതിവിടെ നമ്മൾ എവിടെ നിന്ന് മേടിച്ച അല്ല, ഇത് പ്ലാറ്റിനം ഷോ അല്ലേ? 2 ഡ്രസ്സിന് വേറെ സ്ഥലത്ത് നിന്നാണ് മേടിച്ചത്. എല്ലാ സ്ഥലത്തും ഒരു ഷോപ്പിൽ. അല്ല, ബേബി ആനിവേഴ്സറിക്ക് മേടിച്ചത് വേറെയാണ്. വാട്ട് എവർ, നമ്മൾ തായ്ലൻഡിൽ തന്നെ മേടിച്ചത്. സോറി, ഇപ്പൊ ഇട്ട് പൊളിക്കുന്ന ഡ്രസ്സൊക്കെ തായ്ലൻഡിൽ നിന്നാണ്. അപ്പോഴേ എനിക്ക് ഓർമ്മ ആ യെല്ലോ ഡ്രസ്സിന്റെ കാര്യം പറയൂ. യെല്ലോ ഡ്രസ് വന്നപ്പോട്ടല്ലേ അതിനെന്താണെന്ന് ഞാൻ ആലോചിക്കണത്. യെല്ലോ ഡ്രസ് മതി. എനിക്ക് ഓൾറെഡി നിങ്ങൾക്ക് എന്നെ അറിയുന്നവർക്ക് മനസ്സിലാവും, യെല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. പിന്നെ അത് യെല്ലോ ഞാനൊരു യെല്ലോ ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഇട്ടോണ്ട് വന്നതല്ലാതെ മഷൂക്കിന്റെ ആ ടൈമില് ആനിവേഴ്സറിക്ക് ഞാൻ യെല്ലോ ഇട്ടായിരുന്നുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കണ്ടറിയാം. അതും ഇടാലെന്ന് തന്നെ കൊണ്ടുവന്നു വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണതിൽ എന്താ പ്രശ്നം? നമ്മ വലിയ എന്താണ് അല്ല 365 ദിവസവും 365 ഡ്രസ് ഇടണമെന്നല്ലല്ലോ. നമ്മ എത്ര പ്രാവശ്യം ഇടും. ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇടും. അതും പറഞ്ഞിട്ട് എന്താണ് എത്ര മേടിച്ചു കൊടുത്താൽ അത് ഇടുവോളൂ. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടുന്നത്. ഞാൻ ചിലപ്പോ ഞാനിപ്പോ പുതിയ ഇന്നലെ ഞാൻ ഈ പ്ലാറ്റ്ഫോം മോളിൽ നിന്നത്തെ ഒരു കോഡ് സെറ്റ് ഇട്ടത് സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കംഫർട്ടാണ്. എനിക്ക് ഇപ്പൊ എന്താ പറയുക, തടി കൂടിയിട്ടാണെന്ന് തന്നോട് എനിക്കിപ്പോ ടൈറ്റ് ആയിട്ട് ഇടാൻ അത്ര താല്പര്യമില്ല. ഭയങ്കര ലൂസ് വേണം. അങ്ങനെ കുറച്ച് ഭയങ്കര ലൂസായിട്ടുള്ള ഇടാനാണ് താല്പര്യം. ഇപ്പൊ ഇട്ടേക്കണതും പുതിയത് എടുത്തതാണ് പ്ലാറ്റിനത്തെ ഒരു ടോപ്പ്. ഇതിവിടെ ഈ സൈഡില് ബെനിയൻ ടൈപ്പ്. സ്റ്റോറി ഒന്നും എടുത്തില്ല. അപ്പൊ ഇതില് ഇന്ന് പിക്സ് എടുത്തു. ഹാഫ് എടുത്തേന്നു, ഫുൾ എടുക്കണുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എടുക്കണത് ഇതും. പക്ഷേ ഇതില് ഇഷ്ടപ്പെട്ടത് ഞാൻ കുറച്ചുകൂടെ റിപ്പീറ്റ് ചെയ്യും. കംഫർട്ട്. അതല്ലേ കംഫർട്ട്. അതുമല്ല, ഞാൻ എപ്പോഴും ഇടുമ്പോഴും അതെ ഏത് പാന്റാണ് പറഞ്ഞാൽ ഏത് ഷോളാണ് പറഞ്ഞാൽ അതേ ടോപ്പ്. ഇവര് സുരു മഷൂക്ക് എങ്ങനെ അറിയോ മിക്സ് ആൻഡ് മാച്ച്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യയിൽ പോയപ്പോ എന്റെ കോഡ് സെറ്റാണ് ഇവര് മാറി മാറി. അല്ല, ഇന്നലെ നമ്മൾ ഇടാൻ പോയപ്പോ ബേബി നമ്മൾ വഴക്ക് പറഞ്ഞു, ഇനി നിങ്ങൾ അത് ഇട്ടോ, ഇന്നത് നിങ്ങളുടെ ഡ്രസ് ആവട്ടെ. അപ്പൊ അവർക്ക് ഉണ്ടാവൂല, മാറ്റി. അപ്പൊ തന്നെ ഞാൻ സുനു മാറ്റിട്ടോടി എന്റെ ഡ്രസ് ഇട്ടോ. ഇവരുടെ ഡ്രസ് എനിക്ക് ഇടാൻ പറ്റൂല, പക്ഷെ ഇവർക്ക് എന്റെ ഡ്രസ് ഇടാം. അത് വേറൊരു സ്റ്റൈലായി. അപ്പൊ എനിക്ക് ഷോൾഡർ ഉള്ളതുകൊണ്ട് വിടർന്നിരിക്കും ആ ഡ്രസ്. ഇവർക്ക് ഷോൾഡർ ഇല്ലാത്തതുകൊണ്ട് അത് താഴ്ന്ന് വേറെ സ്റ്റൈലാവും. അപ്പൊ അവർക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ പറ്റും. അത് എന്താ പറയുന്നത്, അതന്നെ ഇന്നലെ കോട്ട് സെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഡ്രസ് സുനു ഇടാൻ പോയിരുന്നു. സുനു ഇട്ട് അപ്പൊ ഇതെന്താ ഇനിയിപ്പൊ അവളുടെ ഡ്രസ്സും അത് വേറെ അവളുടെ ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മാറി മാറി ഇപ്പൊ കുറച്ച് ഡ്രസ് എടുത്ത് മാറി മാറി ഇടായിരിക്കും. അപ്പൊ കുണ്ടെന്ന മഞ്ഞ ഡ്രസ് ഞാൻ ഇട്ടില്ല. പക്ഷെ പറഞ്ഞു നീ എന്ത് മഞ്ഞ 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 എടുത്തോണ്ട് തന്നെയെന്ന് വെച്ച്. നമ്മളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണല്ലോ എടുത്തെന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ല. അതിന് വേറെ പുതിയിട്ടോണ്ടിരിക്കണേ. അപ്പൊ ഇതൊരു ഹോൾ വീഡിയോ പോയിട്ട് വീഡിയോ ആയി ഗൈസ്. അപ്പൊ നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ട്. എന്തായാലും ലാഗ് എടുപ്പിക്കുന്നില്ല, പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാ സോ തന്നെ കാണിച്ചു കൊടുക്കും. നല്ല ബേബിയുടെ സെലക്ഷൻ ആണ് ഗൈസ്. ഇതൊരു ടോപ്പാണ് അവിടെ ചെന്നം പിന്നെ എടുത്തിട്ടുണ്ട്. ചെന്നം പിന്നെ മറ്റേത് ഒരു ലെപ്പേർഡ് പ്രിന്റിന്റെ പാന്റ് എടുത്തതല്ലേ? അത് നമ്മൾ മാർക്കറ്റിലാണ് എടുത്തത്. രണ്ടെണ്ണം ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ബേബി MBK എടുത്തിട്ടുണ്ട്.
നല്ല കോസ്റ്റ്ലി എന്ന് പറഞ്ഞേ. ഇതിപ്പോ ജസ്റ്റ് കാണിക്കുള്ളൂ കേട്ടാ. സോനു ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ ഇടും. ഫോട്ടോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും അതെടുത്തതാണ്. ഉറക്കത്തിന് എനിക്ക് സോനിനെ മടിക്ക് വെക്കേണ്ട പഠിപ്പാവും. അടുത്ത ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കൊരു സമാധാനത്തിൽ ഇരുന്നൂടെ? നമ്മളെ പോലെ സന്തോഷത്തില് സമാധാനത്തില് ഒരു റെസൊല്യൂഷൻ എടുക്കുക. എന്തിനാണ് ഈ അസൂയൊക്കെ? എല്ലാ അസൂയ എന്നറിയാം, ബാക്കി നിങ്ങളുടെ മനസ്സിലൊന്നും ഇല്ലെന്നറിയാം. ഈ അസൂയ കൊണ്ടിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ അറിയാം. പല ആൾക്കാരെയും കാണണല്ലേ, പല സമയത്ത് പല ആൾക്കാരെയും കാണണേ. അപ്പൊ ബാക്കി ആൾക്കാരെ കമ്പയർ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ ഞങ്ങൾ കാണുന്ന സ്ഥിരം വ്യൂവേഴ്സ് എത്ര പേരുണ്ടാവും? ഇപ്പൊ എത്ര വർഷമായി? എനിക്കായിട്ട് എത്ര വർഷമായി? മാർച്ചിൽ വരുമ്പോ എത്രയായി? 7. അതാണ് 7 വർഷമായി. റിപ്പീറ്റ് ചെയ്തോണ്ടേ ഓരോ കമന്റൊക്കെ കഴിഞ്ഞില്ലേ ഇത്? എപ്പോഴും 2 വയസ്സാവാൻ പോണ്. സുനുവിന് 13 കഴിഞ്ഞ് ജൂണ് 14 സൈബുന് 7 അല്ല 8 ആവും. എന്നിട്ട് സെയിം തന്നെ. അപ്പൊ കൊറേ പേര് പറയണ്ടോ സുഹാനക്ക് കുഴപ്പമില്ല, സുഹാന ഹാപ്പിയായിട്ട് ജീവിക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെ. ഞാൻ ഇതല്ലല്ലേ ഞാനും പറയണത്. ചില സമയത്ത് എന്റെ കണ്ണിന് സങ്കടമാണ്. ഞാൻ പറയട്ടെ ഗൈസ്, ഇനി എനിക്ക് വായിക്കാൻ നിങ്ങൊന്ന് മനസ്സിലാക്കാം. എനിക്കുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോകും. എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ട്. ഇനിയെങ്കിലും പറയണത് കേൾക്കാൻ. ഇത് ഒരു ടോപ്പും ഞാൻ ഇപ്പൊ കാണിക്കണ ബ്യൂട്ടി ഉണ്ടാവില്ല. ബേബി വീഡിയോ കണ്ടാ പറയൂ ബ്യൂട്ടി ഇല്ല ബ്യൂട്ടി ഇല്ല. നിങ്ങൾ അത് സോണി ഇടുമ്പോ ബ്യൂട്ടി ഞാനല്ലാണ്ട് സെലക്ട് ചെയ്ത് എന്റെ പെടലിക്കിട്ട് വെക്കണ്ട നിങ്ങൾ. ഞാൻ സെലക്ട് ചെയ്യുന്നത് കൊള്ളൂല എന്നല്ല പറയണം. ഇതല്ല, ഇതൊരു ജാക്കറ്റ് പോലെ ഇങ്ങനെ ഉള്ളിൽ സെയിം മോഡൽ കളർ ചേഞ്ച്. ഇത് കാണിക്കണ്ട വെറുതെ. സെയിം തന്നെ. ഇത് ലൈറ്റ്, ഇത് ഡാർക്ക്. ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട പിന്നെ ബേബി 2 സെറ്റ് എടുക്കും. സൈസ് കിട്ടൂല. എന്റെ കംഫർട്ടിന് ഇവിടെ തായ്ലാന്റ് വരുമ്പോ ഇങ്ങനെ കിട്ടിയേക്കണം. ഉണ്ട്, നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അവിടുത്തെ ഷോപ്സ് ഒക്കെ കുറവാണ്. ഇതൊരു മോഡൽ. ഇത് ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് ഇതിന്റെ 2 കളർ. ഇതെല്ലാം ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കണം കേട്ടോ. അല്ല, ഇപ്പൊ ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ വന്നു. ഓ തായ്ലൻഡ് അന്ന് നിങ്ങൾ ചെയ്ത വീഡിയോ അല്ലേ? അപ്പൊ ഞാൻ യാന്ന് പറയാ. നല്ല രസമുണ്ടാവും എനിക്കിത്. ടോപ്പ് കോട്ട് സെറ്റ് ഇപ്പൊ നിന്റെ ഒരു കംഫർട്ടിന്. എനിക്കൊരു സമാധാനം. കാണുന്നുണ്ടല്ലോ ഗൈസ്. പ്ലെയിൻ പാൻസ് കുറച്ച് ലൂസായിട്ട് നല്ല കംഫർട്ടാണ്. മെറ്റീരിയലൊക്കെ നല്ല കട്ടിയുണ്ട്. ഇന്നലെ ഇട്ട ഒരു ബ്ലൂ സ്റ്റോറി ഇട്ടില്ല, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. നല്ല ക്ലാസ് ആയിരുന്നു അതിന്റെ തന്നെ കളർ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ബേബി അവർക്ക് കിട്ടും ചേട്ടൻ പിന്നെ ഒന്ന് എടുത്തു. ബിക്കോസ് കുറവായി ഇവിടെ സൈസ് കിട്ടുന്നത്. ലാസ്റ്റ് നമുക്ക് വന്ന കുറവായിരുന്നു കിട്ടിയത്. സാധാരണ കൊച്ചിയിൽ കൊണ്ടു കിട്ടണോ അല്ലെ? ഇങ്ങനെ തായ്ലാൻഡിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൊച്ചിയിൽ ഷോപ്സ് സെയിം ആണല്ലേ. സംസാരിച്ച് അവൈലബിൾ. ഇതിന്റെ ബ്ലൂ ആണ് ഞാൻ ഇന്നലെ ഇട്ടത്. ഇതല്ലോ 2 കളർ. അയ്യോ യെല്ലോ പടച്ചോനെ. ലൈറ്റ് ആണ് പക്ഷെ ഡാർക്ക് അല്ല. നല്ലോട്ട് കാണണ്ട അതില്. ഇതൊരു വേറെ ഒരു ലൈറ്റ് അല്ലോ, അത്രേ ഉള്ളൂ. ഡാർക്കൊന്നുമല്ല. ഞാൻ എടുത്തപ്പോഴത്തേക്ക് ലൈറ്റ് അല്ലേ തന്നെ എടുത്തത്. ലൈറ്റ് അല്ലേ അല്ലേ? ഇങ്ങനെ ഒന്നും വേണ്ട ചെക്ക് ചെയ്യണ്ട. ബേബി നല്ല ട്രാക്സ് മേടിച്ചിട്ടുണ്ട് 2 എണ്ണം. ഇതിന്റെ നല്ല ട്രാക്സ്. ഓക്കെ, അതൊരെണ്ണം ഇതൊരെണ്ണം. നല്ല ഇങ്ങനെ സോഫ്റ്റ് മെറ്റീരിയൽ. ബേബിക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ 2 സൈഗോ കാല് പറയണ്ട സോഫ്റ്റ്. അപ്പൊ ആ 2 ട്രാക്സ് ബേബിയുടെ ആണ്. ഞാനിവിടെ വേറെ 2 ട്രാക്സ്. ഇത് മേടിക്കണോ വേണ്ട 2 മനസ്സിലാണ് ഇരുന്നത്. ഞാൻ പറഞ്ഞ് മേടിച്ചോ, എനിക്ക് ഇട്ടൂലേ. നല്ല രസമായിരുന്നു ടീഷർട്ട് പേ ചെയ്യാൻ. ട്രാക്കല്ലേ പാൻസ് പോലെ. ഇതൊരു കളർ, ഇതൊരു കളർ.
നല്ല പാൻസ് അല്ലേ ഇത്? നല്ല മെറ്റീരിയല്. ഇത് വേണോ വേണോ എന്നാകൊണ്ടിരിക്കണായിരിക്കും. ഇതൊക്കെ പക്ഷെ ഇടുമ്പോ കാണാം നിങ്ങൾക്ക്. ബേബി പിന്നെ എന്തിട്ടാണല്ലോ കാണുള്ളൂ. അതാണല്ലോ നിങ്ങളെ പ്രശ്നം. നിങ്ങൾക്ക് കുറുകൂട്ട് എന്ത് നല്ല മനുഷ്യരറിയാത്. ഞാൻ എന്റെ പല്ലിന് നമുക്ക് വേണ്ടി കണ്ടിന്യൂ എന്തൊക്കെ ചെയ്യും. അല്ല പല്ലിന്റെ ഞാൻ ക്ലിപ്പ് ടൈറ്റ് ചെയ്യാൻ പോകുമ്പോ അവിടെ പറയാം ഇപ്പൊ കണ്ടാലും പറയും യങ്ങായി തന്നെയാണല്ലോ. നല്ല മനസ്സിന്റെ അപ്പൊ ഞാൻ ഡോക്ടറോട് എന്തായാലും ഒരു സാധനം ഈ ആമ്പിള്ളേർക്ക് ഈ ആണുങ്ങൾക്ക് അങ്ങനെയാന്ന് തോന്നുന്നത്. ഒന്നും ചെയ്യണ്ട, ആകെ ഹെയർ മാത്രം പക്ഷെ ഇങ്ങനെ കാണിക്കും. ഒന്നുമില്ല, ഒന്നും മുഖത്തിടണ്ട. എന്നിട്ടും ഇങ്ങനെ ജസ്റ്റ് ഒരു ടീഷർട്ടും ജീൻസും ഇട്ടൊക്കെ ഇങ്ങനെ റെഡി. നമ്മ എന്തോരം നേരം കഷ്ടപ്പെടണം. കണ്ടായിട്ട് കണ്ണേതി ബ്ലഷ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകും ഗൈസ്. ഇതെല്ലാം ഓപ്പൺ ആക്കി കാണിച്ചാൽ അടുക്കി വെക്കണം. എന്തൊരു പണിയുണ്ടല്ലോ. ബട്ട് സ്റ്റിൽ നമുക്കൊരു സന്തോഷമാണ്. എടുത്തു നോക്കിയാൽ നിങ്ങളെ ജസ്റ്റ് വെച്ചാൽ മതി. അത് പേപ്പർ വേണമെന്ന് വേണ്ടല്ലേ? കാണോ എബൂനി അങ്ങനെ തടിയില്ലാത്തോണ്ട് ഇടുമ്പോ നല്ല രസമായിരിക്കും കാണാൻ. സൈമുന്റെ എന്ന് പറഞ്ഞാൽ വയറുണ്ട് സൈമുന് ഇപ്പൊ. ആ ക്യൂട്ടാണ്, കുഴപ്പമില്ല. ശരിക്കും വയറ് ഇഷ്ടമല്ല പിള്ളേർക്ക്. അപ്പൊ എല്ലാരും പറയാം അത് പൊക്കോളും. പക്ഷെ പൊക്കോളും, പക്ഷെ അത് അൺഹെൽത്തിയാണ്. മനസ്സിലായ? ഇവന് ഈ ബിരിയാണി ഇവിടെ വന്നിട്ട് നോൺ സ്റ്റോപ്പാണ് ഭയങ്കര. ഇപ്പൊ ട്രിപ്പിനും കൂടെ ആകുമ്പോഴത്തേക്ക് അവന് ലൈസൻസ് ഇല്ലാതെയാണ് കഴിക്കണത്. വീട്ടിൽ വരുമ്പോ കുറച്ചെങ്കിലും ഞാൻ പിടിക്കും. അപ്പൊ വയറൊന്നുകൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. ശരിക്കും വയറുള്ളതുകൊണ്ട് അത്ര എൻ്റെ ഒരു ഇതൊന്നുമില്ല. ഫീലുണ്ട് അങ്ങനെ. ബാക്കി അതാണ് ഏജ് വരുമ്പോ തന്നെ കുറയുമെന്ന് പറയണം. കുറയോ കണ്ടില്ലേ? ഇതെനിക്ക് ഇഷ്ടമായി. ഷൂസ് വന്നിട്ട് നല്ല ക്യൂട്ടായിരുന്നു. ഷോർട്സ് എബിന്റെ കറക്റ്റ് സൈസ് ഇപ്പൊ വലുതല്ലേ എടുത്തപ്പോ? അല്ല, ഐ മീൻ അവന് പോലെ ലൂസ് ഇടുന്ന പോലെ. മോന് ഫിറ്റൊന്നുമല്ല. അവന് ഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 മാസത്തെ പിള്ളേരെ എടുക്കേണ്ടി വരും. ഭയങ്കര ലീൻ ഒരു ഹാഫും അല്ല ഷോർട്സും അല്ല ഫുള്ളും അല്ല, ഒരു 3/4 ടൈപ്പ്. അയ്യോ, ഇതിന്റെ കവറ് ഞാൻ കളഞ്ഞ. ഒരു കവർ ഞാൻ എക്സ്ട്രാ കവേഴ്സ് ഒക്കെ കളഞ്ഞു. കവറിലാക്കിയാൽ അടുത്ത ഡ്രസ്. ഇതൊക്കെയാണ് ഇനി എപ്പോഴാണോ കാണുന്നത്. പകുതി ചെറുതാകുമ്പോഴായിരിക്കും ഞാൻ എഴുതിയിട്ടുള്ളത്. മറന്നുപോയിട്ടുണ്ട്. അടുത്ത കൊല്ലമായിരിക്കും. 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇടാൻ പോണം. ഇത് കൊള്ളാല്ലേ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഇതൊക്കെ കാണുന്ന സ്ഥലത്ത് ഇടാലോ. അവന് പിന്നെ ഞാൻ ഇടാറുണ്ട്. എന്റെ ഡ്രസ്സസ് ആണ് ഞാൻ അങ്ങനെ ഇടാറില്ലാത്ത. സെയിം സൈസും മേടിച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ചതാ ഇടാന്ന് പറഞ്ഞിട്ട്. സെയിം വേണ്ട, ഞാൻ പറഞ്ഞ സെയിം മേടിക്കാം. അവർക്ക് ഒന്നിച്ചിടാം. കാറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ബാഗ് ആയിരിക്കും ചിലപ്പോ. സൈഡിനും എബ്രൂന് മേടിക്കുമ്പോ സോൺ അപ്പുറത്തെന്ന് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് സെലക്ട് ആക്കിയതാ. ബിക്കോസ് ഇവർ ലാസ്റ്റ് ടൈം വന്ന സെയിം മോഡൽ ആയിരുന്നേ. ന്യൂ ഒന്നും അങ്ങനെ കണ്ടില്ല. അപ്പൊ ആരാരും മേടിച്ചു. ആര് സൈഡിനും ആര് എബ്രൂനും മേടിച്ചു. അടുത്ത സ്ലീവ്ലെസ്. സുനിന് ഭയങ്കര ഇഷ്ടമാണ് സ്ലീവ്ലെസ് ഇടുന്ന. നല്ലതായിരിക്കും. കുറച്ചുകൂടെ ഗുഡ് പോലെ ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ നന്നായിരുന്നു. വേണ്ട, ഹെൽത്തി ആയിട്ട് ഇരുന്നാ മതി. പക്ഷെ ഇങ്ങനെ ഹെൽത്തിയാന്ന് പറയാൻ വേണ്ടി ഊരുണ്ട്. അല്ല, ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. ഫോണിന്റെ കാര്യമാണ് അപ്പൊ തന്നെ പറയണേ. ഏത് ഇവിടെ കൊച്ചിനെ നോക്കണ പോലെ ഒരാള് നോക്കുക. അത്രയ്ക്കും നമുക്കിത് ദേഷ്യം വന്നു. ഞങ്ങളോട് പറഞ്ഞു ഇനി ഒരു കൊച്ചുണ്ടാവണമെങ്കിൽ അതിന് ഞാൻ നോക്കിക്കോളാം, ഇവരുടെ സ്റ്റൈല് വേണ്ടെന്ന് പറയുള്ളൂ. സ്റ്റൈലാ നോക്കണം. ആന്നേ വിശ്വാസാണ്. ദേഷ്യം വരും എനിക്ക്. അതേപോലെ ആ ആളുടെ കണ്ടിട്ട് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടില്ലേ. ഐ മീൻ കുറച്ച് കുറച്ചൊക്കെ ഡിപ്രഷൻ, ഫുൾ ഡിപ്രഷൻ. ഇപ്പൊ അവിയൊന്നും എനിക്ക് ഭയങ്കര വീണപ്പോ വേദന എടുക്കും.
കേട്ടാ. അപ്പൊ ഞാൻ കുഴപ്പമില്ല എല്ലാരും തന്നെ പറയാ പിള്ളേരൊക്കെ പക്ഷെ അതൊക്കെ ഞാൻ സോറിനെ പഠിച്ചേ. തട്ടിമുട്ടി വീടിന് എന്തോരം ചോരകളി കാണാൻ നിക്കണ്. കുറച്ച് അഡ്ജസ്റ്റ് ആയി. ഫസ്റ്റ് എല്ലാ പിള്ളേരും വീഴും അതൊക്കെ അങ്ങനെയാണെന്ന് പറയും. അങ്ങനെ ഇങ്ങടൊക്കെ ആവുമ്പോ വീട് ഇവനും ഭയങ്കര ഇങ്ങനെ കളി എന്താ പറയണതിന് ഇടി പിടിച്ച് കളിക്കല്. ആമ്പിള്ളേരാണ് അവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചോരക്കളിയാവും നമുക്കറിയാം. അപ്പൊ നമുക്ക് ടെൻഷൻ പെട്ടെന്ന് വരും. പക്ഷെ സൈക്കും ചെറുതാണ്, അത്ര കെയർ ചെയ്യാനുള്ള അത്ര ആയിട്ടില്ല. അപ്പൊ രണ്ടും കൂടി ഇടി വിളിച്ച് അന്നും തന്നെ ഇതുപോലെ ഇടി വിളിച്ച് കളിച്ചാണ്. ഇവൻ താഴ്ന്ന് സൈകു തല പൊക്കലും ഒരുമിച്ചായിരുന്നു. അപ്പൊ നാക്കണോ പൊട്ടി ചുണ്ട പല്ലുകൊണ്ടിട്ടു എന്തോ ഇവിടെ മോണെന്തോ പൊട്ടി ചോരയായി. അപ്പൊ അങ്ങനത്തെ ഒരു ഇടി പിടിച്ച് കളിക്കലാണ് അവനിഷ്ടമാണ്. ഇടി പിടിച്ച് എന്നോട് ഇടി പിടിച്ച് കളിക്കാനാണ് ഇഷ്ടം. സീരിയസ്ലി നിനക്ക് കളിക്കാൻ മാത്രം അല്ലെങ്കിൽ വേണം നിനക്ക് അങ്ങനെ. ഓ തള്ളപ്രേമിയാണ്. ഇത്ര തള്ളപ്രേമിയാണെന്ന് അറിയാം. ദേഷ്യം കയറും. വലിയ സ്ഥലത്തേക്ക് ഇവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉമ്മപ്രേമി എന്താ വെച്ചാൽ ബെഷിക്കും ദേഷ്യം കയറും ചില സമയത്ത്. അവന്റെ കൂടെ അല്ലെ നമ്മ ഉദ്ദേശിക്കാത്ത സമയത്തൊക്കെ ദേഷ്യം നമ്മ ചോദിക്കുമ്പോ തരുമല്ല. അതൊരു പ്രത്യേക ഉമ്മപ്രേമിയാണ്. എന്ന് വെച്ചാൽ ഇവള് അങ്ങനെയാണ് കൊത്തി കൊത്തി വളർത്തിയേക്കണ. ഓ ആ കുഞ്ഞിനും പറയണ്ടോ സോനിങ്ങനെ ഭയങ്കര സീരിയസ് ആണ് അവൻ. എല്ലാ പിള്ളേരെ പോലെ അല്ല. എല്ലാ പിള്ളേരെ പോലെ അവനാണെങ്കിൽ അവന് എബ്രാൻ പറയൂലല്ലോ. എബ്രു തന്നെ എന്താണ് ഇങ്ങനെ ഇവള് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെയാണോ അമ്മ പറയണത് അല്ലേ? അമ്മ പറയണ അങ്ങനെ ചെറുപ്പത്തിൽ ഫുഡ് എങ്ങനെയാണ് കഴിച്ചിരുന്നത് അതേപോലെ തന്നെ അവനും കഴിക്കണം. കൊറേ നേരം ഇരുന്ന് പതുക്കെ അങ്ങനെ ഒരു സാധനം തന്നെ. ക്യൂട്ടല്ലേ? 3 സ്ലീവ്ലെസ്. സുനുന് ഭയങ്കര ഇതല്ലേ സൈഡിനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്കില് കാല് തൂങ്ങി കിടക്കണ ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസിന്റെ അതിപ്പോ വീട്ടിൽ നിന്നാണ് ഫ്രഞ്ച് ഫ്രൈസിന്റെ ലൈനുള്ളത്. അപ്പൊ പറ കണ്ടിന്യൂ. എബിനെ പറ്റി പറയണ്ടായിരുന്നല്ലേ? കുറച്ചായുമ്പോ നീ അത് കൊടുത്തിട്ടാണ് സങ്കടം വരും ചില ടൈമില്. നൈറ്റ് മാറൂല. മാറും. എല്ലാ ബോയ്സും മാറും. ഐ മീൻ എല്ലാ കിഡ്സും മാറും അവരുടെ ഏജ് ആവുമ്പോ. അവൻ കളിക്കാനൊക്കെ ഭയങ്കര ഇങ്ങനെ വരും നമ്മളടുത്ത് കുത്തി പറയാൻ കളിക്കാൻ. സോണിനെ വേണ്ട ഇവളെ വിട്ടൊരു കളി. പക്ഷെ അവന്റെ അടുത്ത ഓപ്ഷൻ ആരാ? അവളില്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ അതിനു എനിക്ക് വായ അവള് ടോയ്ലറ്റിൽ പോണേ കിടന്ന് കാര്യം ഞങ്ങൾക്ക് ഞാൻ പറയും ഇയാളെ ചെക്ക അവള് സുസ്വയ്ക്കാൻ അത്ര പോലെ എനിക്ക് വിടൂല. അവനെന്ത് ഇട്ടിട്ട് ഓടിപ്പോയ പോലെയാണ് കാണിക്കണത്. അവനൊട്ടിയിരിക്കണം. ഇവിടെ ചൂട് കൊണ്ട് ഒട്ടിയിരിക്കണം. അത് അവള് അവനെ പറഞ്ഞ കാര്യമില്ല. അവന് ചെറുപ്പം മുതലേ ഇങ്ങനെ മേത്ത് വെച്ച് 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 അപ്പളെ ഞങ്ങൾ എല്ലാരും പറഞ്ഞാണ് മേത്ത് അങ്ങനെ വെക്കല്ലേ. മേത്ത് വെച്ചാൽ ചൂട് പിടിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവൂല. എനിക്ക് അവൻ ഇപ്പോഴല്ലേ കിട്ടി. ഞാൻ എത്ര വെയിറ്റ് ചെയ്താണോ ഇപ്പൊ ഞാൻ ഒന്നെടുക്കൂ. സുജൂസായിരിക്കില്ലല്ലോ അവർക്ക് എക്സാമും പഠിക്കാനുള്ള എന്റെ മേത്തൊന്നും മാറണില്ല. കിടക്കണ എന്തോ ഇവളെന്തോ എന്താ കിടക്കണ എനിക്ക് ബാക്ക് പെയിൻ അങ്ങനെ എന്നിട്ട് എന്ത് കേട്ടേക്കണ. അപ്പൊ ഒരു ഉമ്മയെടുത്ത് സൈഗു എബ്രു. അപ്പൊ ഞാൻ ബാ എബ്രു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞില്ല. അവൻ കണ്ടില്ലെന്നല്ല. അപ്പൊ ഞാനിങ്ങനെ ഇടി വിളിച്ച് കളിച്ചൊക്കെ കഴിഞ്ഞ അവളുടെ അടുത്തോടെ തന്നെ പോയി. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോ അവളിരിക്കണതൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കണില്ല. അപ്പൊ ഞാൻ പഠിച്ച വരണ്ടേ ഫോട്ടോ എടുക്കാൻ നേരത്തുണ്ടെന്ന് ഇവനെ കൊണ്ട് ഞാൻ ഓടും. സൈകൊണ്ടാൻ പോകും. ഇവനെ കൊണ്ട് ഞാൻ ഓടിയേ. ഇവനൊരു കാര്യം ചെയ്തു. കൊച്ചിനെ ഞാൻ ആൾക്കാരുടെ നോട്ടത്തില് അവനെന്നെ പോലെ പിള്ളേര് നിക്കണെങ്കിൽ സോന എത്ര വേണമെങ്കിൽ പിടിക്കും. എല്ലാ പിള്ളേര് സോണിന്റെ അടുത്ത് പെട്ടെന്നാണ് ഇതാവണത്. സോന എല്ലാ പിള്ളേരും കളിപ്പിക്കും. ഭയങ്കര ഞാൻ കണ്ടുകൊടുത്തോളം ഞാനും അങ്ങനെ അല്ല. ആക്ച്വലി ഞാനിങ്ങനെ ഫാമിലി കിഡ്സിനെ മാത്രം. ബിക്കോസ് എനിക്കൊരു ചമ്മലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പുറത്തത്തെ കിഡ്സിനെ ഒന്ന് പോയി മുത്താനും ഇതാവും.
സോന അങ്ങനെയല്ല. ഇവിടുത്തെ എത്ര തായ് കിഡ്സിനൊക്കെ സോന ഇതാകും. അങ്ങനെ കളിപ്പിക്കാൻ ഷീസ് ദ ബെസ്റ്റ്. ഷീ നോ ഹൗ ടു ഹാൻഡിൽ. ചിലപ്പോ എന്റെ അമ്മക്കും അറിഞ്ഞൂടാ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ. പക്ഷെ സോന ദ തിങ് ഈസ് പിള്ളേർ പോണം, അതാണ് എനിക്ക് അങ്ങനെയല്ല. എല്ലാവരോടും അങ്ങാടും മുട്ടി സംസാരിക്കാനും കുഞ്ഞുങ്ങളെ ഏത് പിള്ളേരെ കളിപ്പിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആകെ ചിന്തിക്കണത് അവർക്ക് ഇഷ്ടപ്പെടുമെന്നാണ്. അവരുടെ പിള്ളേരെ അപ്പൊ ഫസ്റ്റ് ഒന്ന് സംസാരിച്ച് ശരിയാണ് ഞാൻ കണ്ടില്ലട്ടാ പട്ടായ പോകുമ്പോഴാണ് പോലെ ഇടാം. ബേബി ചോദിച്ചു എന്തിനാണ് യൂണിഫോമാ. ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമാണ് എടുക്കാം. പക്ഷെ ഇഷ്ടല്ല. ഇത് ഓക്കെ അല്ലേ സോനുവിന്? കൊറേ വലുത് ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല. പാന്റ് കുറച്ച് വേറെ ജീൻസ് ഉണ്ട്. പാന്റ് ടൈറ്റ് ആയിട്ട് ഇരിക്കുമോ? കുഴപ്പമില്ല. ടീഷർട്ട് വലുത് അല്ല കുഴപ്പമില്ലേ, പറ്റും. നല്ലൊരു ടൈറ്റ് ഫിറ്റ് ഉണ്ടാവും. നോക്കാം. ലാസ്റ്റ് ടൈം ബേബി തായ്ലൻഡിൽ ഇതാ കുഴപ്പമില്ല. ഷൂസ് ഒക്കെ ഇട്ട് കിടക്കട്ടെ. എനിക്ക് പക്ഷെ കൊറേ ലൂസ് ഇപ്പൊ ചെയ്യൂല. കൊറേ ലൂസ് വേണ്ട. ലാസ്റ്റ് ടൈം ഒക്കെ മേടിച്ചോണ്ട് വന്നത് ഭയങ്കര ലൂസാണ്. വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇന്നത്തെ യെല്ലോ ലാസ്റ്റ് ടൈം എപ്പോഴും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓറഞ്ച് ആണ്. യെല്ലോ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല നൈറ്റ് ഡ്രസ്. ഞാൻ നൈറ്റ് ഡ്രസ് അല്ലാതെ ഡ്രസ്സാണ്. ഇത് 130 ആണ് സൈസ്. 140 എടുക്കണമായിരുന്നു. ബേബി പറഞ്ഞ മതി 130 മതി. പക്ഷെ സൈസ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. മതി മതി. അത്ര തടിയൊന്നും ഇല്ല. അവന് ജസ്റ്റ് ഒരു വയറാണ്. അങ്ങനെ ഇല്ല. അല്ല സൈബൂന അപ്പൊ ഞാൻ അടുത്ത ഡ്രസ് കാണിച്ചു തരാം. സൈഗോ ഓൾറെഡി ഒരു ഡ്രസ് ഇട്ടോ. ഇനി സൈഗുന് 5 എബ്രു 6 അവിടെ കുത്തിരുന്നിട്ട് നിങ്ങൾ എണ്ണണ്ട. അത് വെച്ചു വെച്ചു ക്യാമറ എടുക്കല്ലോ കേട്ടോ. എന്താ ഈ ബർഗറിന് ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു. അതെപ്പോഴാ ഞാൻ കണ്ടത്. ഇങ്ങനെ സ്റ്റിച്ചാണല്ലേ. തിരിഞ്ഞ് കാണിക്കും. ഓക്കെ ഇത് കണ്ടുകഴിഞ്ഞോ? അതല്ല കണ്ടുകഴിഞ്ഞാ കഴിഞ്ഞ് ക്യാമറ പിടിക്കരുത് കേട്ടോ. ഈ ഷീറ്റൊക്കെ എടുത്താൽ നന്നായി എത്താം. നമ്മള് വെറുതെ ഫേസ് പോയാൽ ഇത് കൊള്ളാട്ടോ. നല്ലുണ്ട്. ഇന്നിട്ടത് ഇതുപോലത്തെ ഒരു അല്ലല്ല ഫുൾ വേറെ. ഇത് ഭംഗിയുണ്ടാവോ? ക്യാറ്റാണ് കുട്ടികളുടെ ഇതൊക്കെ പറ്റുമല്ലേ? പറ്റും. ബേബി എന്താ പിന്നെ 130 മതി എന്ന് പറഞ്ഞു. പക്ഷെ ടീഷർട്ട് പറ്റും. മനസ്സിലായ ഇതും പറ്റും. അവന് ലൂസ് ഇപ്പൊ ഇടുന്നത്. അവന് തന്നെ കംഫർട്ട് ഇല്ല. ഇടാൻ പറ്റും. അതിന്റെ കുഴപ്പം. ഇവിടെ കവർ ഇതാണ്. അടുത്ത കാണിച്ചു തരാം. ഇതില് ബാഗ് ഉണ്ട് കേട്ടോ. ഇത് ബാഗ് ഉണ്ടല്ലേ തൂക്കിയിടാൻ. ഫുള്ള് ബാഗ് തൂക്കി ഇടലാണെന്ന് തോന്നുന്നു. ബാഗ് നെഞ്ചത്ത് തൂക്കണല്ലേ. ഒരു ബ്ലാക്ക്. ഇത് ഇവർക്ക് രണ്ടുപേർക്കും സെലക്ട് ചെയ്യാൻ ഭയങ്കര ടഫായി പോയി. ബിക്കോസ് ആ ഷോപ്പിലുള്ള മിക്ക ഡ്രസ്സും ഇവർക്കുണ്ട്. അവിടെ നിന്നല്ലേ ഇവർക്ക് കുറെ മേടിക്കണം. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായി പോയി. ഫുള്ള് ഒരേപോലെ രണ്ടുപേർക്ക് എടുക്കണം ബേബിക്ക് ഇഷ്ടമല്ല. പോയത് അവനിട്ട ഡ്രസ് എടുക്കാനാ വന്നത്. അത് ഓൾറെഡി അവൻ ഇട്ടിപ്പോ പഴയല്ല. കൊന്നേ തട്ടിപ്പറിയായി. 1 മണിക്ക് 3 അരമണിക്കൂർ കഥ പറയാം.
ഇത് അതിൽ വെച്ച ബാഗ് അതിന്റെ മിസ്സാവണ്ടോ? വേറെ വെള്ളത്തിനുണ്ടായിരുന്നു. അത് ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് അതിൽ വെച്ചില്ലെങ്കിൽ മിസ്സാവുന്നുണ്ട്. അപ്പൊ അത് സൈമല്ലേ ഇന്ന് ഓൾറെഡി ഇട്ടോർണമാണ്. അപ്പൊ 6 എന്നിട്ടത് ഇന്നത്തെ വീഡിയോ എടുത്തില്ലല്ലേ? ഇന്നത്തെ എടുത്തിട്ടുണ്ട്. പക്ഷെ ബേബി സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ബേബിക്ക് ഇങ്ങനെ മ്യൂസിക് ഉണ്ടെങ്കിൽ വ്ളോഗ് എടുക്കാൻ സാറ്റിസ്ഫൈഡ് അല്ല. ബേബിക്ക് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് വൈബാക്കിക്കൊണ്ട് എടുക്കണത് ഇഷ്ടം. മനസ്സിലായ? അവിടെ മ്യൂസിക് ഒക്കെ ഉണ്ട്. നമ്മൾ ഏഷ്യാറ്റിക് അങ്ങനത്തെ റിവർ ഫ്രണ്ട് അടിപൊളി പ്ലേസ് ആണ്. സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സ്പേസ് ആണ്. നല്ല ഫുഡിങ്ങും നല്ല വൈബും റിവറിന്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പക്ഷെ ഭയങ്കര ബഹളവും നമുക്ക് വീഡിയോ എടുക്കാൻ സൈഡില് ഒരു ഷിപ്പ് ഇട്ടാണ്. അതാണെങ്കിൽ വെള്ളത്തിലാണ്. ഞാൻ വിചാരിച്ച അത് ഇറച്ചി ഇട്ട് കളയാണ്. നോക്കുമ്പോ താഴെ നോക്കുമ്പോ വെള്ളവും വെയില്. ഒരു ഷർട്ടാണ് ഇത് തന്നെ. വേറെ കളർ സുന്നു മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി കുറച്ചൊന്നും ഞാൻ പറഞ്ഞാണ് സൈസ് നോക്കി മേടിക്കാൻ. ഫ്രീ സൈസാണ്. ആ ഡമ്മിലിട്ടപ്പോ ഭയങ്കര ഷോർട്ടായിരുന്നു. ഇത് ഒരു ഷോർട്ട് പോലെ ഉണ്ട്. അത് ഭയങ്കര ക്രോപ്പ് ടോപ്പ് പോലത്തെ ആയിരുന്നു. അല്ലേ? അല്ല ഞാൻ പറഞ്ഞു ബേബിന്റെ അടുത്ത്. അപ്പൊ ഇല്ലടി സെയിം ഇത് ഷർട്ട് പോലെ ടോപ്പ് തന്നെയാണ്. ക്രീം തന്നെ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ വലിയ നീളവും ഇല്ലാതെ നല്ല രസമായിരിക്കും ബാഗി പാന്റിന്റെ കൂടെ. പക്ഷെ ഇതിപ്പോ നീളം തോന്നിക്കണം. ക്യാമറ ഹോട്ടല് ബാക്ക് പോയി സൈഡ് ഉറക്കമെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നു. ഈ വീഡിയോ വൈകട്ടെ ഏട്ടാ. അവിടെ കിടന്നു ശരി. പക്ഷെ ഞാനിത് ക്രോപ്പ് ടോപ്പ് ഒന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചിട്ടോ. എന്തായാലും ഇപ്പൊ നോക്കണം. ഇത് സെക്കൻഡ് ടൈമാണ് നമുക്ക് ഇതിന് മുമ്പ് പണി കിട്ടി. ഭയങ്കര വെറുത്ത് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഷർട്ട് ഇതില് കളർ ചേഞ്ച് സുഡും മേടിച്ചിട്ടുണ്ട്. സുഡും പെട്ട് നമ്മള് ക്രോപ്പ് ടോപ്പ് അത് ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരണം. കുറച്ച് വേറെ ഐറ്റംസ് കാണിച്ചു തരാം. ഞാൻ സുഖമായിട്ട് വേറെ ഒരു സ്ലോ മോഷൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് വർത്താനം പറഞ്ഞ് കാണാൻ കുറെ ഇഷ്ടമാണ്. നമ്മൾ എത്ര വർത്താനം പറഞ്ഞാലും അത് കണ്ടു. 2x ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കണ്ടോ? അതിലൊക്കെ ഭയങ്കര ഓപ്ഷനായിട്ട് സ്പീഡിൽ കാണാൻ പറ്റും. അതല്ലേ ഒരു ഓപ്ഷൻസ് ഇത്. I love this skirt. Only ഇതിന്റെ സ്കേർട്ട് വേറെ കളർ ചേഞ്ചും സുഖം വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുണ്ടല്ലേ? നമ്മൾക്ക് സെയിം മേടിച്ചിരിക്കണം. എന്നാ നല്ല കട്ടിയല്ലേ? 120 ഹാറ്റിനാണോ? അല്ല തോന്നുന്നു വേറെ ഇതിൽ മെറ്റീരിയൽ നല്ല കട്ടിയുണ്ട്. ഇവർക്ക് നേരത്തെ കുറച്ചുകൂടി സിൽക്കി ടൈപ്പ് ആയിരുന്നു. വേറെ മലേഷ്യ സുനു ടോഫി ഞാൻ കണ്ടില്ല. അത് ഞാനപ്പോ അപ്പുറത്തെ സൈഡിലൊന്നും പോയി. അതും കൊള്ളാം. 2 കളറും പൊളിയാണ്. ഞാൻ എന്തെടുക്കണേ സുനു മഷു രണ്ടു പേർക്ക് എടുത്ത് മഷു പറയായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോ. ഔട്ട്വേർഡുള്ളതൊന്നും നോക്കില്ല, എന്തൊക്കെയുള്ളതാണ് നോക്കണം. ഞാൻ പിന്നെ ആ ഫസ്റ്റ് വെറുതെ വേറെ തീർക്കും. എന്റെ പിന്നെ ലാസ്റ്റ് ടൈം നോക്കാനാണെന്ന് നോക്കും. അപ്പൊ ഇന്നോ മേക്കപ്പ് ചെയ്തപ്പോൾ സുനു മഷു. അപ്പോ അതൊക്കെയാണ് കുറച്ച് ഐറ്റംസ്. ഇനി കുറച്ച് ഐറ്റംസ് കുറച്ച് തായ് കോസ്മെറ്റിക്സ് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബ്രാൻഡ്സ് ഒക്കെ. അതെന്തായാലും നാളെ ഷോപ്പിംഗ്. അപ്പൊ അതൊക്കെ സുനായിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പൊ 0.5x വീഡിയോ 2x ഇട്ടിട്ട് കാണാൻ പറ്റും. ഇടയ്ക്ക് അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ, സ്ലോ മോഷൻ. പിന്നെ ഒരു കാര്യമുണ്ട്. എന്താണ് സുനു സ്വന്തം ഉമ്മന മൈൻഡി സുനു മലയാളം. പിന്നെ സുനുവിനെ വേറെ ആരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യണുണ്ട്. എന്തിനാണ് ചോദിക്കണ? ഈ 3 കണ്ടിച്ചിരിക്കണ കാണുമ്പോ എനിക്ക് ഇവിടെ ഇത്ര ബോൾഡാണോ ഞാൻ ചിന്തിക്കണേ. സുനു വെച്ചോട് കുട്ടിയാണ്. അത് അവർ തന്നെ പറയണ്ടേ. എന്റെ അല്ല എനിക്ക് മഷുവിനെ കോപ്പി ചെയ്യണതിനാണ് താല്പര്യം. എന്താ വെച്ചാല് ഞാൻ കുറച്ച് എന്റെ അമ്മച്ചിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ വളർന്നത്. എനിക്കപ്പൊ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് എന്തും ചോദിച്ച് ബേബി അതന്നെ അമ്മച്ചീനെ കഴിഞ്ഞപ്പോ ബഷി
അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോയാൽ നമ്മ ബോൾഡ് ആവൂല അത്ര, മനസ്സിലായ? നമ്മ ഒരു ബാങ്കിൽ പോയി സ്ലിപ്പ് എഴുതണമെങ്കിൽ പോലും ഇങ്ങനെ ടെൻഷൻ വരും. അറിയാൻ പാടില്ല, ഒരു ടെൻഷൻ വരും. പെട്ടെന്ന് ഒരു ആള് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തെറ്റൂ എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് വളർന്നവർക്കാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നത്, മനസ്സിലായി? അപ്പൊ അങ്ങനെയല്ല, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ. ഞാൻ സുനുവിനോടും പറയണം അങ്ങനെ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്ക്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനും ഒരു കോൺഫിഡൻസ് കുറവും അങ്ങനെയൊക്കെ വരും. ഇപ്പോഴാണ് കുറച്ചുകൂടി കോൺഫിഡൻസ്, ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോഴാണ് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയെന്ന് തോന്നണം അല്ലെ? അങ്ങനെ കാര്യങ്ങൾ അതുവരെ കുറച്ചും കൂടി ഒതുങ്ങിയിട്ടായിരുന്നു ഞാൻ. അപ്പൊ നല്ലതാണ് പശുവിനെ കണ്ടുപിടിക്കാൻ. ഞാൻ പറയല്ല, എല്ലാവരും പറയും ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാനാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ എനിക്ക് നമ്മളെ പൂഴ്ത്താൻ കിട്ടാനുള്ള അങ്ങനെ കറക്റ്റ് എല്ലാം കറക്റ്റ് ചെയ്യാൻ. ഇപ്പോഴും എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറയാൻ, ഇങ്ങനെ അത് വേണോ ഇത് വേണോ എന്തായിരിക്കും എന്താണ് ഒപ്പീനിയൻ പറയൂ എന്ന് പറഞ്ഞ് ചോദിക്കാൻ ബെസ്റ്റ് ആണ്. ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു എന്താ പറയാ എനിക്കറിഞ്ഞൂടാ തട്ടിക്കൂട്ടി പറയാൻ, ഇങ്ങനെ സുഖിപ്പിച്ചിട്ട് ഞാൻ പറയൂല. അത് സപ്പോസ് ബേബിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ഒപ്പീനിയൻ ഇതാക്കണത് ഞാൻ വരും. സപ്പോസ് ഇപ്പൊ ബേബിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെ ആയിരിക്കും സോൺ മേടിക്കാൻ പോണെങ്കിൽ സോൺ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മേടിക്കും, ബിക്കോസ് അത് ബേബിക്ക് ഇഷ്ടപ്പെട്ടോണ്ട്. ബട്ട് എന്റെ ഒപ്പീനിയൻ ഞാൻ അവിടെ എന്താ പറയും സോൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് താല്പര്യമില്ല, പക്ഷെ ബേബിക്ക് ഇഷ്ടമുള്ളത് നമ്മൾ മേടിക്കും. അത് നമ്മളെ ക്വാളിറ്റി, ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് ഹിം. അത് ബേബിനെ പേടിയുണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല. സച്ച് എ ഗുഡ് പേഴ്സൺ ആക്ച്വലി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, നൈസ് പേഴ്സൺ. ഇപ്പൊ ബഷി പറഞ്ഞ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മ എടുക്കും. പക്ഷെ ബഷിയുടെ വ്യൂ പോലെ ബഷിക്ക് നമ്മിട്ട ഭംഗിയുണ്ടാവും. അങ്ങനെ ഫാമിലിന്ന് പറയുമ്പോ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് എൻജോയ്മെന്റ് എന്താണ് ഫാമിലി കഴിഞ്ഞിട്ടേ സീരിയസ്ലി. നമുക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല, ബട്ട് സ്റ്റിൽ ചില സമയത്ത് നമ്മളങ്ങനെ പറയുന്നതാണ് പാവം അങ്ങനെയല്ലേ. ഓ ഡാഡങ്ങളുടെ സ്നേഹങ്ങൾ ദേഷ്യം ദേഷ്യല്ല ജലസാണ് ഡാഡയോട് വന്നേക്കണം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമുക്ക് പിന്നെ ഗേൾസിന് പറയണ്ട. സുരുവിന് ഞാൻ പറയല വിട്ടേക്ക്, പിള്ളേരെല്ലാരും വിട്ടേക്ക്. നമ്മള് എന്തെങ്കിലും പറഞ്ഞു. പിന്നെ മശുവിനെ പറഞ്ഞ ഞാൻ എന്തെങ്കിലും ഇടക്കൊക്കെ പറഞ്ഞു. മൈൻഡ് ആക്കണ്ട, നല്ലവരായ ആൾക്കാരോടല്ലോട്ടെ പറഞ്ഞു. അല്ല, ന്യൂ ഇയർ വരാൻ പോണേ, ഞാൻ നല്ല വാക്കിൽ പറയാനാണ്. നന്നായി കൂടെ, എന്തിനാണ് ജലസ് ഒക്കെ. എല്ലാരോടും ഞാൻ പറയണേ, എന്തായാലും നിങ്ങൾ പറഞ്ഞതൊന്നും നമുക്ക് ഏക്കൂല. അത് ഫസ്റ്റ് തിങ്, പ്രൈമറി തിങ് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞൊന്നും ഏക്കൂല. ഈ 7 years ആയിട്ട് ഏറ്റിട്ടില്ല, ഇനിയും ഏക്കാൻ പോണില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കണേ, ടൈം വേസ്റ്റ് ആക്കണേ? വീഡിയോസ് കണ്ടിട്ട് എൻജോയ് ആകും, കാണണ്ടേ? അൺസബ്സ്ക്രൈബ്. ഫാമിലി നല്ല ഫാമിലി. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഹീറ്റേഴ്സ് പോലും നമുക്ക് ഫാമിലി ആയിട്ട് പോകാം. നല്ലൊരു ഫാമിലി ആയിട്ടോ, ഇനി ഹീറ്റേഴ്സ് വേണ്ട. നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്താ കിട്ടും? നമ്മൾ എന്താ ചെയ്തിട്ടില്ലേ? എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ വന്നിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് വല്ല ബുദ്ധിമുട്ടാണ്? അല്ല, അവർക്ക് ചിലപ്പോ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ആ ഒരു വിഷമത്തിലോ അങ്ങനെ ആവാൻ ദേഷ്യം. ചിലർക്ക് അങ്ങനെ ദേഷ്യം വരും. പല ദേശങ്ങളും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണ്ട, കാണരുത്. നമ്മളെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, മനസ്സിലായ? നമ്മളെ സ്നേഹിക്കണവര് മാത്രം നമ്മളെ കാണുക. പിന്നെ ഞാൻ പറഞ്ഞല്ല, ആലോചിച്ച് നോക്ക് എന്തിനെ നമ്മൾ വെറുക്കണം. അങ്ങനെയൊക്കെ കുറച്ച് ആലോചിച്ച് നോക്കുമ്പോ ശരിയാണ്. ഞാൻ റീസണില്ലാതെ ഞാൻ എന്തിനാ അവരെ ദേഷ്യപ്പെടുന്നത്? അവര് നടക്കുന്ന നമ്മുടെ സന്തോഷം നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം. നമ്മുടെ ദുഃഖങ്ങൾ വന്നാലും നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം. എന്ത് ദുഃഖങ്ങൾ മീൻസ് നമ്മുടെ പിള്ളേർക്ക് വയ്യായ്ക ആയാലോ, ഇപ്പൊ നമ്മുടെ ഒരു വർഷം കള്ളനൊക്കെ കയറിയപ്പോ പറഞ്ഞില്ലേ വീട്ടില്, മാക്സിമം നമ്മ എന്താ പറഞ്ഞ എല്ലാം നമ്മ ഇപ്പൊ ഒരു ഫംഗ്ഷൻ, വീട്ടിലെ ഫംഗ്ഷൻ വന്നാൽ പോലും നമ്മ എടുത്തിടാറില്ല. ഏത് ഫാമിലി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അവരുടെ പ്രൈവസി കൊടുക്കും. പിന്നെ കാണിക്കണുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഞങ്ങൾ വീഡിയോ എടുക്കണേണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഒരു ബഷീടെ പെങ്ങളുടെ കല്യാണം, മോന്റെ കല്യാണമായിരുന്നു. അപ്പൊ അവന്റെ കല്യാണം, കുഞ്ഞൂസിന്റെ കല്യാണമായിരുന്നു. അതന്നെ കുഞ്ഞൂസിന്റെ കല്യാണമായിരുന്നു. പക്ഷെ വന്നവരൊക്കെ ചോദിച്ചു നിങ്ങൾ വ്ളോഗ് എടുക്കണല്ലേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് വേണ്ട, എന്താ വെച്ചാല്
ചെക്കന്റെ Meet in the sense family ഇവളുടെ functions. ഫാമിലി ഫംഗ്ഷനിലും അങ്ങനെ എടുക്കാം എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ പ്രൈവസി കൊടുക്കുക. നമുക്ക് പോയോടത്തോളൊക്കെ ക്യാമറ പൊക്കി കൊണ്ട് പോവാറില്ല, അത് ബേബിക്ക് ഇഷ്ടമല്ല. ഞാൻ എടുത്തേനെ, ഐ ഡോണ്ട് കെയർ, ഞാൻ എടുത്തേനെ. നമുക്ക് നമ്മുടെ കംഫർട്ട് സോണില് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ സിസ്റ്ററിന്റെ മോന്റെ കല്യാണം ഉണ്ടെന്ന് തന്നെയല്ല, അവിടെ തന്നെ ബഷീർ മാമയാണ് ആ ചെക്കന്റെ, മനസ്സിലായി. അപ്പൊ അങ്ങനെ ക്യാമറ എടുത്ത് അവരുടെ ഒരു നല്ലൊരു മൊമെന്റ് കളയണ്ടല്ലെന്ന് വെച്ച് നമുക്കും അത് ഒരു പ്രൈവറ്റിൽ ആസ്വദിക്കാം. ക്യാമറ നമുക്ക് ഇപ്പൊ ഈ വീഡിയോസ്, ഇന്ന് വീഡിയോ തന്നെ നമുക്കൊരു എടുക്കാനുള്ള ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു, ഒച്ചപ്പാടും ബഹളവും. അപ്പൊ നിങ്ങളെ കാണിക്കണത് വെറുതെ ഫുൾ മ്യൂസിക്കിലിട്ടുണ്ട്. ഫുൾ മ്യൂസിക്കിലിടുമ്പോ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവൂല. നമുക്ക് നിങ്ങളെ കാണിക്കാൻ അതൊരു വെറുതെ ഇടാം, പൈസ കൊണ്ട് മാത്രമാണെങ്കിൽ വെറുതെ ഇടാം, മനസ്സിലായ? അത് മാത്രല്ല ഫോക്കസ്. നിങ്ങളും പറയും നിങ്ങളെ വർത്താനം പറയണതാണ് ഇഷ്ടം എന്ന് പറയുമ്പോ ഞങ്ങൾ നിങ്ങളുടെ നല്ല ഓപ്ഷൻസും എന്താ പറയണ, ഓപ്ഷൻ അല്ലല്ല, അഭിപ്രായം, ഒപ്പീനിയൻ മാറിപ്പോയി, സോറി മൈ മിസ്റ്റേക്ക്. അങ്ങനെ പറയും. എനിക്കെന്താ അറിഞ്ഞൂടാടോ ക്യാമറയിലൂടെ പറയാ. അല്ല നിങ്ങളെ ഞാൻ എന്റെ മനസ്സിൽ കണ്ടിട്ട് ഞാൻ സംസാരിക്കും. അറിഞ്ഞൂടായിട്ടൂടല്ലോടോന്ന് ക്യാമറയോട് അറിയണ്ടല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ടങ് ട്വിസ്റ്റ് ആണ്, ഭയങ്കര ടങ് ട്വിസ്റ്റ് ആണ്. വായിക്കണ വേർഡ്സ് പോലും തെറ്റിപ്പോയി. ഞാൻ പറയാറുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഒരു മാബ കഫേ എന്നായിരുന്നു, പെട്ടെന്ന് മാമ്പ കഫേ ഒരു എമ്മും കൂടി എന്റെ കണ്ണിൽ ഒരു എമ്മും കൂടി കണ്ട്. അങ്ങനെ കുറെ വെള്ളിത്തരം വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ കുറെ വെള്ളിത്തരം കാര്യങ്ങൾ. പക്ഷെ എന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാവട്ടെ, ആദ്യമായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും തീയത് പട്ടിക്കട്ടി പൊട്ടത്തിയാണ്. പക്ഷെ ആക്ച്വലി അത് അബദ്ധം വന്നോണേ. അപ്പൊ അതൊക്കെ വിട്ടേക്ക്. Yeah, that's it for today, guys. Be happy. Be happy. Be happy. We love you. And തിരിച്ച് ലവ് ചെയ്യണോ വേണ്ടതുള്ളത് നല്ല ഒരു ഇയർ ആണ് വരാൻ പോണത്. Let's be happy together. ഈ വർഷം വന്ന സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, നിമിഷങ്ങൾ എല്ലാം എല്ലാരും ഇങ്ങനെ റിവൈൻഡ് ചെയ്യുക. എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാന്ന് ആലോചിക്കുക. ആരെങ്കിലോട് പിണക്കമുണ്ടെങ്കിൽ അവരോട് ഇണങ്ങാൻ നോക്കുക. കൂടെ പറപ്പങ്ങള് അതല്ലേ ഞാൻ ഇപ്പോഴും പറയണതാണ്, നിങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് കേറ്റുക. ഒരു ലൈഫ് ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ജനനം പോലെ തന്നെ മരണമുണ്ട്. അത് ഏത് നിമിഷമാണെന്ന് പറയാൻ പറ്റൂല നമുക്ക്. അതല്ലേ ഏത് നിമിഷവും നമുക്ക് മരണം വരാം. അപ്പൊ നാളെ മരണം എന്നുള്ളതിൽ നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പോലെ ചെയ്യുക. സ്നേഹിക്കുക. കൂടപ്പുറപ്പുകളായാലും സഹോദരങ്ങളൊന്നും കണ്ട, കൂടപ്പുറപ്പുകൾ സഹോദരങ്ങൾ ഒരുമിച്ചു, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഇപ്പൊ നെയ്ബേഴ്സ് ആയാൽ പോലും അങ്ങാടും ഇങ്ങോട്ടുള്ള വിദ്വേഷങ്ങളൊക്കെ വിട്ട് മാക്സിമം നമുക്ക് ആർക്കും ഉപദ്രവം അങ്ങാട് കൊടുക്കാതെ ശ്രമിക്കുക. നമുക്ക് ഇങ്ങാട് കിട്ടിയാലും അങ്ങാട് കൊടുക്കാതെ മറ്റുള്ളവരെ നമ്മളിപ്പോ അവരുടെ കുടുംബത്തിലേക്ക് എന്താ നടക്കണം, അത് ഇവിടെ നിന്ന് എടുത്ത് അങ്ങാട് ഇടല്, ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങാടല്, അങ്ങനെയൊക്കെ വിടാതെ ടൈം വെച്ച് നമ്മളിലേക്ക് തന്നെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയോട് അവിടെ ടൈം വെക്കാം. നമ്മുടെ ഇപ്പൊ ബിസിനസ് ചെയ്യണവരായാലും എങ്ങനെ ബിസിനസ് ചെയ്ത് എങ്ങനെ പൈസ കൂട്ടി നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. എന്തായാലും പൈസ വേണം, ജീവിക്കാൻ പൈസ വേണം. അപ്പൊ നമ്മുടെ കുടുംബത്തിനെ എങ്ങനെ നോക്കാം, നമ്മുടെ മക്കളെ എങ്ങനെ നോക്കാം, ഫാമിലി നോക്കാം. ഉറക്കമെന്ന് ഞാൻ പറഞ്ഞാണ് അവളോട് കിടന്നുറങ്ങാൻ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ ഉറങ്ങാൻ ആരെങ്കിലും വേണം കൂടെ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ എന്റെ ന്യൂ ഇയറിലേക്കുള്ള ഉപദേശം ഇന്ന് തുടങ്ങി. മാക്സിമം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ സമയം നിൽക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പല പ്രശ്നത്തിലും പലരും കടന്നുപോണ ആൾക്കാരുണ്ടാവും. അത് മാക്സിമം ഒരു സ്ഥലത്തേക്ക് എടുക്കുക. മാക്സിമം കളയാൻ പറ്റുന്ന വിഷമമാണെങ്കിൽ എടുത്തങ്ങോട്ട് എറിയുക. കളയാൻ പറ്റുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, ഒരു ഫാമിലി പ്രശ്നമാണെന്ന് വിചാരിച്ചു. പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞൊരു പെണ്ണ്, അങ്ങനെ വിചാരിച്ചു. പുതിയതായിട്ട് കയറി ചെല്ലണ വീട്, അവർക്ക് അവരുടെ വീട്ടിലെ കുട്ടി സ്നേഹം കുറയും. ഈ പുതിയ പെണ്ണ് വന്നുകൊണ്ട് സ്നേഹം കുറയുമെന്നും, ഈ പെണ്ണിനാണെങ്കിൽ ഇവര് പുതിയ അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, കയറി ചെല്ലണ പെണ്ണ് അത് സ്വന്തം ഫാമിലിയായിട്ട് കരുതുക. ഈ കയറി ചെല്ലണ വീട്ടുകാരും അത് സ്വന്തം കുട്ടിയാണെന്ന് ചിന്തിക്കുക. പിന്നെ
നമ്മളങ്ങനെ കല്യാണം കഴിഞ്ഞ് ചെന്നവരല്ലേ. അപ്പൊ കല്യാണം ആ കയറി ചെല്ലണ വീട്ടിലെ ആൾക്കാർ അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എങ്ങനെയാണ് ചിന്തിച്ചത്, അതുപോലെ കൊടുക്കുക അങ്ങനെയാണ് ചിന്തിച്ചത്. നമുക്ക് അങ്ങാട് ഇങ്ങാട് ചിന്തിച്ചാൽ അതല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മുടെ സ്ഥാനത്ത് അവരെ വെക്കുക, അവരുടെ സ്ഥാനത്ത് നമ്മ വെക്കുക. നമ്മൾ അങ്ങനെ ചെയ്തോണ്ടിട്ടാണ് നമ്മൾ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണത്. അപ്പൊ അങ്ങാട് ഇങ്ങാട് അണ്ടർസ്റ്റാൻഡ് ചെയ്താ നമ്മള് വിട്, ഞാനും നീ, നമ്മൾ രണ്ടുപേരെടുക്കാം. ഫാമിലി വേറെ ആൾക്കാർ. യു നോ ഹൗ മച്ച് ഐ ലവ് ഹിം ആൻഡ് ഐ നോ ഹൗ മച്ച് യു ലവ് ഹിം. അതാണ് നമ്മൾ എടുത്ത് മനസ്സിലായ. അതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാഷ് വരാത്തതിന്റെ റീസൺ. ബിക്കോസ് വി നോ ഈച്ച് അതർ. അഭിനയിക്കണം എന്ന് പറഞ്ഞവർക്ക് ഒരിക്കലും പറ്റൂല. ബിഗ് ബോസിൽ തന്നെ ആർക്കും പറ്റൂല. എന്നിട്ടാണ് അതന്നെ എത്ര എന്താ വെച്ചാല് നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നെങ്കിൽ നമ്മൾ തമ്മിൽ ബോണ്ട് വേണം. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അവള് പറയട്ടെ, എന്റെ ശല്യല്ല തുടങ്ങിക്കോളാം. ഇങ്ങനെ ഞാൻ വന്ന് നിക്കേയില്ല. നമുക്കൊക്കെ നല്ല പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വന്നിട്ട് ചിരിച്ചു വന്നിട്ട് ഫാമിലിനെ ഭയങ്കര മിസ്സൊക്കെ ചെയ്യുമ്പോഴേ പറയും എന്താ ഞാൻ ചെയ്യണ്ട, കെട്ടിപ്പിടിക്കണോ. അല്ല അങ്ങനെ പറ്റൂല കൈസ്. അഭിനയിക്കാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിപ്പോ നമ്മ ബിഗ് ബോസ് അഭിനയം വിചാരിച്ചോ, അഭിനയിക്കണമെങ്കിൽ പൊളിഞ്ഞോട്ടെ. ഓക്കെ അല്ലേ? ഒരു ദിവസം പൊളിഞ്ഞോട്ടെ അഭിനയിക്കണമെങ്കിൽ. അഭിനയിക്കണമെങ്കിൽ പൊളിയാട്ടെ, കുഴപ്പമില്ല. പക്ഷെ അഭിനയിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. അതെ, എനിക്കൊരു വാലാക്കണ്ടേ. നീ എന്റെ പപ്പക്ക് പഠിക്കണ പപ്പ കാണണ്ടേ ഈ വ്ളോഗ്? മോള് വന്നിട്ട് നിങ്ങളെ വാലാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ട്രൂ അല്ലേ പപ്പ? പപ്പ പഠിക്കണ്ട. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് അവരെ കാണാൻ പോകുന്നുണ്ട്. വീട്ടിലൊരു വലിയ ഫംഗ്ഷൻ ഉണ്ട്. അത് അല്ല അതും അധികം സമയം പോയി നിക്കാൻ പറ്റൂല. അതും കാറിലല്ല, വി ഗോയിങ് ഇൻ എ ട്രെയിൻ കമ്മിങ് ബാക്ക്. ബിക്കോസ് പിള്ളേർക്ക് സ്കൂളൊക്കെ ഉണ്ടല്ലോ. 2-ാം തീയതി അല്ല 3-ാം തീയതി എത്തും, 4-ാം തീയതി അങ്ങോട്ട്. Today is 25th, right? Happy Christmas to all of you guys. നമ്മൾ ഇൻസ്റ്റയില് ഫോട്ടോ tomorrow morning. അപ്പൊ ഹാപ്പി ക്രിസ്മസ്, ബിലേറ്റഡ് ക്രിസ്മസ്. And I have advanced happy new year. Happy New Year, guys. Advance happy new year. Yeah. So be happy. We'll see you all in a very next video. Bye. Bye.